Hello everyone and welcome back to another class on investment accounts. This is the last class in which we are going to take up the last topic, which is nothing but variable income bearing securities. Variable income bearing securities already in our first class introduction those type of securities from which you will get income, but you do not know how much you are going to fetch it. It is not fixed. You will come to know about it only when you actually get it, or there is an announcement made that this much is the income that is going to be declared on such security. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം എന്ന്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഷെയർസ്. സോ എപ്പോഴും വേരിയബിൾ ഇൻകം ബാലൻസ് സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഷെയർസിനെ വെച്ചുകൊണ്ടായിരിക്കും. ഇനി എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്? ഷെയർ എന്ന് പറയുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷെയർ പോലെ വേരിയബിൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് വരും, അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്. സോ just to treat it as a normal security, from business point of view you can either purchase those shares. അപ്പോൾ അതെന്തായി? നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയി. മറ്റൊരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ ഈ ഷെയർ ഒക്കെ നമ്മൾക്ക് വിൽക്കുകയും ചെയ്യാം അല്ലേ, സെല്ലിംഗ് ഓഫ് ഷെയർ. സോ ഈ രണ്ട് കാര്യങ്ങളാണ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിസ്പോസിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ just like what we learned in debenture ഷെയർസിലും പഠിക്കാൻ പോകുന്നത്. സോ എൻട്രി പറയുകയാണെങ്കിൽ purchase of shares, ഇപ്പോൾ ഷെയർ ആണെന്നേ ഉള്ളൂ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ്. സോ എൻട്രി എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് ഇൻ so and so shares of S Limited അങ്ങനെ എന്തെങ്കിലും കമ്പനിയുടെ പേര് വെച്ചിട്ട് അക്കൗണ്ട് ഡെബിറ്റ്, എമൗണ്ട് എത്രയാണോ അത് എഴുതുക. ഇനി എത്ര എമൗണ്ട് എഴുതും? when we discussed about fixed income bearing security, we said that നമ്മൾ എപ്പോഴും പൈസ കൊടുത്ത് ഒരു ഡിബെഞ്ചർ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റി വാങ്ങിക്കുമ്പോൾ ആ ഇൻസ്ട്രുമെന്റിന് വേണ്ടി മാത്രമല്ല പ്രീവിയസ് ഓണറിന് കിട്ടാൻ അവകാശമുള്ള ഇൻട്രസ്റ്റും കൂടെ ചേർത്താണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു ബൈഫിക്കേഷൻ തുടങ്ങുമ്പോഴേ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴേ അറിയണമെങ്കിൽ it should be known to us at the first itself how much is the income that is going to be fetched out of such an security or such an investment. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഓൾറെഡി എത്രയാണെന്ന് പെർസെൻറ്റേജ് ആണ് പറയുന്നത്, അത് ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ആ കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഷെയറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരിക്കലും നമ്മളിപ്പോൾ വാങ്ങിക്കുന്നതും വിൽക്കുന്നതും ഷെയർ എപ്പോഴും ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന അന്ന് മാത്രമേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അല്ല. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവരെ പരിചയമുള്ളവർക്കും അറിയാം, ഡെയിലി ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നവരുണ്ട് അല്ലെ, ഇൻട്രാഡേ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അല്ലെങ്കിൽ കുറെ നാൾ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. So it need not be on only the day when the company in which you are going to invest declare to dividend. ആ ദിവസം ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ അങ്ങനെ അവർ ഡിക്ലെയർ ചെയ്യുന്ന ദിവസം അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ how can we know the amount of income you are going to fetch from it? അപ്പോൾ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻകം അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങിക്കുന്നത് എപ്പോഴും കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ്ലി വാങ്ങിക്കണമെന്നില്ല, ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ വാങ്ങിക്കണമെന്നായിരിക്കില്ല. പകരമോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ആ റോളെങ്കിലും നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് നോട്ട് ഫ്രം ദ കമ്പനി ഡയറക്ട്ലി ബട്ട് ഫ്രം അനദർ പേഴ്സൺ ഹു ഹാഡ് ഇൻവെസ്റ്റഡ് ഏർലിയർ. അപ്പോൾ അയാളുടെ നിന്ന് വാങ്ങിക്കുമ്പോൾ അയാൾ നമ്മളോട് 100 രൂപ എന്ന് പറയുകയാണ്, നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങിക്കും. ബട്ട് ഡു വി നോ ഹൗ മച്ച് ഇസ് 100 റുപ്പീസിനകത്ത് അയാൾ കളക്ട് ചെയ്തിരിക്കുന്നത് ടുവേർഡ്സ് ഇൻസ്ട്രുമെന്റ് ആ ഷെയർ സർട്ടിഫിക്കറ്റിനും അല്ലെങ്കിൽ ടുവേർഡ്സ് ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഷെയർ ആൻഡ് ടുവേർഡ്സ് ദ ഇൻകം ദാറ്റ് ഹി വുഡ് ഹാവ് ലോസ്റ്റ് ബൈ ട്രാൻസ്ഫറിങ് ടു യു അറ്റ് ആൻ ഏർലിയർ ഡേറ്റ്? നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ബൈഫിക്കേറ്റ് ചെയ്ത് പറയാൻ പറ്റണമെങ്കിൽ ഇൻകം ഫിക്സ്ഡ് ആയിരിക്കണം. ഇവിടെ ഇൻകം എത്രയാണെന്ന് വിറ്റ ആൾക്ക് പോലും അറിയില്ല. അതെപ്പോൾ മാത്രമേ അയാൾക്കും അറിയാൻ പറ്റുകയുള്ളൂ? കമ്പനി ഡിക്ലെയർ ചെയ്യുമ്പോൾ അയാൾക്ക് പറയാം, ഓക്കെ ഞാൻ 100 രൂപയിൽ വിറ്റത്, കമ്പനി പിന്നീട് 5% അന്നത്തെ ഷെയർസിലൊക്കെ ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നെങ്കിൽ then we can compute. But till then we cannot know how much is the portion of income that he would have collected from us. ചിലപ്പോൾ അതിനും കൂടെ ചേർത്തായിരിക്കും അയാൾ വാങ്ങിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാകാൻ കൂടുതൽ മനസ്സിലാകുന്നത് ഷെയറിന്റെ വില ശരിക്കും ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് 90 രൂപയാണെന്ന് വെക്കാം.
എനിക്കൊരു 10 രൂപയ്ക്ക് ആണ് ഞാൻ വാങ്ങിച്ചത്, സീന എന്ന് പറയുന്ന ആള്. അത് എന്തോ കാശിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ 90 രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ ജസ്റ്റ് ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് ആ ഷെയറിൻ്റെ മാത്രം പൈസ ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ എനിക്ക് കമ്പനി, നമുക്ക് പൈസയുടെ അത്യാവശ്യം വന്നുകൊണ്ടാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. പക്ഷേ ആ കമ്പനിയുടെ സ്ട്രക്ചറൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഐ ഹാവ് എ ഗെസ് ദാറ്റ് കമ്പനി അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ അത്രയും നാളും വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, ബിക്കോസ് ഐ ഹാവ് സം ഇമ്മീഡിയറ്റ് നീഡ് ഓഫ് ക്യാഷ്. സോ ദാറ്റ് ഈസ് ദ റീസൺ ഐ എം ഗോയിങ് ടു സെൽ ഇറ്റ്. പക്ഷെ 90 രൂപയ്ക്ക് എന്തിന് വിൽക്കണം? കാരണം ഞാൻ വിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും ഈ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമെന്ന് എനിക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആർക്കായിരിക്കും ആ ഡിവിഡൻഡ് കിട്ടാൻ പോകുന്നത്? നമ്മൾ ആർക്കാണോ വിറ്റത് അയാളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഈ ഷെയർ അന്ന് ആരുടെ കയ്യിലാണോ ഉണ്ടാവുക അയാൾക്കായിരിക്കും ആ ഡിവിഡൻഡ് കിട്ടാൻ പോകുന്നത്, അല്ലേ? സോ ഈവൻ ദോ ഐ ഹാവ് ഹെൽഡ് ഇറ്റ് ഫോർ ദ പീരിയഡ് on which dividend is declared, unfortunately since I am not holding on that date, I might not get the dividend amount. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? Why should I lose that money? I will make some computations, calculations and add ഒരു 10 രൂപയും കൂടെ എൻ്റെ മനസ്സിൽ ഞാൻ ഇട്ടിട്ടാണ് 100 രൂപ എന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്യുന്ന ആളോട് പറഞ്ഞത്. പർച്ചേസ് ചെയ്യുന്ന ആൾക്കും ഞാൻ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ദിസ് വിൽ നോട്ട് ബി നോ. സോ ഇങ്ങനെയായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് ആ 100 രൂപയ്ക്കുള്ളിൽ ശരിക്കും ഞാനെന്ന് പറയുന്ന വ്യക്തി പൈസ നിശ്ചയിക്കുമ്പോൾ ആ ഷെയറിനു വേണ്ടിയും പിന്നെ ഭാവിയിൽ വരാൻ പോകുന്ന ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻകത്തിന് വേണ്ടിയും കൂടെ കുറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അത് എത്രയാണ് കമ്പ്യൂട്ടേഷൻ ഒന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനും കൂടെ ചേർത്തായിരിക്കണം ഞാൻ എൻ്റെ ഷെയർ വിറ്റിട്ടുണ്ടാവുക. Clear to that point? But the person who is buying the shares, are they aware of how much is the portion of income that I have included? No. And can I say surely that ഈ 10 രൂപ തന്നെ ആയിരിക്കും ശരിക്കും ഇൻകം ആയിട്ട് വരാൻ പോകുന്നത്? ഇല്ല. എൻ്റെ ഒരു ഗസ് വർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുള്ള പരിചയം വെച്ചിട്ട് ഞാനൊരു എമൗണ്ട് ഫിക്സ് ചെയ്തേക്കും. പക്ഷെ അതാണെന്ന് എനിക്കൊട്ട് ഉറപ്പുമില്ല. ഞാൻ ആർക്കാണോ വിൽക്കുന്നത് സാധനം അയാൾക്കും പറയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ കമ്പനി ഡിക്ലെയർ ചെയ്യാത്തടത്തോളം ആർക്കും അതിനൊരു നിശ്ചയിച്ച അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ടിലേക്ക് എത്താൻ സാധിക്കില്ല. സോ ദെൻ ഐ ക്യാൻ സേ ദാറ്റ് വെൻ വി ആർ ഡീലിംഗ് വിത്ത് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റി അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് യു റെക്കോർഡ് എവറിഥിങ് അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. എല്ലാം ഷെയറിന് വേണ്ടി കൊടുത്തതാണെന്ന് പറഞ്ഞ് നമ്മൾ എൻട്രി ഇടും. എന്തുകൊണ്ടാണ് അങ്ങനെ എൻട്രി ഇടുന്നത്? ബിക്കോസ് വി വർ അൺഏബിൾ ടു ഗിവ് ദ സ്പ്ലിറ്റ്. നോട്ട് ബിക്കോസ് ഇറ്റ്സ് ഫുള്ളി കോസ്റ്റ് ആയതുകൊണ്ടല്ല, പക്ഷെ ആ കോസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഇൻകത്തിന്റെ വർത്ത് എത്രയാണെന്ന് നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഫുള്ളി തൽക്കാലം എങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യും? സസ്പെൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രോൾ അക്കൗണ്ടിലേക്ക് ഇടില്ല. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ചെലവായത് കാരണം ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ തന്നെ ഇടും. ബട്ട് റീസൺ ഇസ് ബിക്കോസ് ഐ കുഡന്റ് ഡിസൈഡ് ഓൺ ദിസ് split. So therefore my entry will be slightly different from fixed income bearing securities. ഇവിടെ income in shares of so and so company account debit to bank or cash, how are you making payment, അത്ര മാത്രമേ എൻട്രിയിൽ കാണുള്ളൂ. ഡിബെഞ്ചറിലൊക്കെ പഠിച്ച പോലെ ഒരു ഇൻട്രസ്റ്റ് പോർഷനും കൂടെ വേണ്ടി എഴുതാൻ നമ്മൾക്ക് എമൗണ്ട് അറിയില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് സ്കിപ്പ് ചെയ്യും. So this is the first entry when you are making an investment. Now going forward, after few days, imagine you have received a dividend and our dividend കിട്ടിയത് period wise നോക്കുമ്പോൾ, imagine you have purchased on June 1st 2019 ലാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് വെക്കാം. 31 മാർച്ച് 2020 ആയപ്പോൾ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. ഏത് പീരീഡിന് വേണ്ടിയുള്ള കറക്റ്റ് ഡേറ്റ് ഒന്നും ആയിരിക്കില്ല. ലോ പ്രകാരം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള ഡേറ്റും ടൈം പീരീഡും ഒന്നും ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് ട്രൈങ് ടു പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ്. സോ ഡേറ്റ്സ് ഇപ്പോൾ എടുത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഡേറ്റ്സ് എടുക്കുന്നു എന്നുള്ളത്. സോ 31st March 2020 കമ്പനി എന്ത് ചെയ്തു? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചു. ഏത് വർഷത്തെ? 1/4/2019 തൊട്ട് 31/3/2020 വരെയുള്ളത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് പേ ചെയ്യാൻ തീരുമാനിച്ചു. സോ അങ്ങനെ പേ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ 31st മാർച്ചിന് എനിക്ക് ആ ഡിവിഡൻഡ് പൈസ കിട്ടി. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ഇമാജിൻ 10 രൂപയാണ് എനിക്ക് ഡിവിഡൻഡ് കിട്ടുന്നതെന്ന് വെക്കാം.
എന്നാൽ ഈ 10 രൂപ കിട്ടിയത് ശരിക്കും എത്ര നാളത്തേക്കാണ്? ഈ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിന് വേണ്ടിയാണ്. പക്ഷെ ഫുൾ ഫൈനാൻഷ്യൽ ഇയർ വാസ് ഇറ്റ് മൈ ഇൻവെസ്റ്റ്മെന്റ്? നോ, ഇറ്റ് വാസ് 3 മന്ത്സിന് പ്രീവിയസ് ഒരാളുടെയും ബാക്കി 9 മാസം മാത്രമാണ് എൻ്റെ ഇൻകമായി അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റായി വന്നത്. സോ ഐഡിയലി സ്പീക്കിംഗ് എനിക്ക് ഇൻകമായി, ഡിവിഡൻഡ് ഇൻകമായിട്ട് കാണിക്കാൻ പറ്റുന്നത് എത്ര മാസത്തെ പാടുള്ളൂ ശരിക്കും? 10 രൂപ 12 മാസത്തേക്കാണെങ്കിൽ ഐ ക്യാൻ ഓൺലി ഷോ ദാറ്റ് മച്ച് പോർഷൻ of income which I have actually earned on holding that particular share. അപ്പോൾ 9 മാസമാണ് ഞാൻ ഹോൾഡ് ചെയ്തത്. അപ്പോൾ ആ 9 മാസത്തെ ഇൻകം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഇനി ഓരോ ക്വസ്റ്റ്യനിലും കമ്പ്യൂട്ടേഷൻ വേരി ചെയ്ത് വരാൻ, ചിലപ്പോൾ പെർസെൻറ്റേജ് വൈസ് ആയിരിക്കാം. സോ വാട്ട് എവർ ബി ദ ക്വസ്റ്റ്യൻ ടൈപ്പ്, അതനുസരിച്ച് ഡിവിഡൻഡ് കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്തോളൂ. ഇതൊക്കെ മാനുവൽ ആണ്, അതായത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇങ്ങനെയാണ് വർക്ക്ഔട്ട്. ഫുൾ 10 രൂപ കിട്ടിയത് 12 മാസത്തേക്കാണ്. അതിൽ 9 മാസമാണ് ഞാൻ ശരിക്കും ഹോൾഡ് ചെയ്തത്. സോ ഐ ഷുഡ് ഗെറ്റ് ideally the income only for that 9 months. So which means my income is 7.5. അതായത് ഡിവിഡൻഡ് ഇൻകം ആയിട്ട് ശരിക്കും എൻ്റെ P&Lലേക്ക് പോകേണ്ടത് അഡീഷണൽ ഇൻകം ആയിട്ട് എത്ര മാത്രമേ ഉള്ളൂ? 7.5 രൂപ. അതായത് ബാക്കി 3.5 രൂപ എനിക്ക് കിട്ടിയാലും, even though I have received it, it was actually the dividend the previous owner was eligible to receive. അപ്പോൾ അയാളുടെ ഇൻകം ആണ് എനിക്ക് കിട്ടിയത്. സോ ക്യാൻ ഐ ഷോ the previous owner's income as my income? No. If I show it, I have to, ഇതൊരു ഇൻകം ആണ്, അപ്പോൾ P&L ക്രെഡിറ്റിലേക്ക് പോകും, നമ്മുടെ ലാഭം കൂടും. എന്തിനാണ് ഞാൻ അഡീഷണൽ ടാക്സ് കൊടുക്കുന്നത് if it is not my income? Yeah. So then we say that this income belongs to the previous owner and I was not aware of the actual amount of that income when I made the investment. ഈ 100 രൂപ കൊടുത്തപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അതിനകത്തുണ്ടായിരുന്ന ഇൻകം എത്രയാണ്. പക്ഷേ ശരിക്കും ഇൻകം കമ്പനി ഡിക്ലെയർ ചെയ്ത് വന്നപ്പോഴേക്കും now I can find out correctly or accurately how much is the income that he would have included in this 100 rupees. അപ്പോൾ ഷെയറിന് വേണ്ടി കുറയും, ബാക്കി അയാൾ ഈ ഡിവിഡൻഡ് ഇൻകത്തിനും കൂടെ വേണ്ടി ചേർന്നായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷെ അത് ഞാൻ അറിയണമെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യണം. സോ വെൻ ഐ കം ടു നോ അബൌട്ട് ദ ഇൻകം പോർഷൻ of my previous owner, then I will adjust it from which account? From the investment in shares account. Now how is it different from debentures? ഡിബെഞ്ചറിൽ ആദ്യത്തെ എൻട്രിയിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻസ്ട്രുമെന്റിലേക്ക് ഇത്രയും, ഇൻട്രസ്റ്റ് ആയിട്ട് ഇത്രയും എന്ന് പറഞ്ഞ് ആദ്യമേ സ്പ്ലിറ്റ് ചെയ്യും. ഷെയർസിൽ നമ്മൾക്ക് ആ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം മുഴുവൻ തുകയും ആദ്യം കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നമ്മളിടും. എന്നിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന പ്രീവിയസ് ഓണറിന് കിട്ടാൻ റൈറ്റ്സ് ഉണ്ടായിരുന്ന ഇൻകം എത്രയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പാർക്ക് ചെയ്ത് വെച്ചിരുന്ന ലെഡ്ജറിൽ നിന്നെടുത്ത് അതിനെ എലിമിനേറ്റ് ചെയ്യും. സോ നൗ വി വിൽ credit investment in shares account 2.5 rupees and the reason എന്തായിരിക്കും? Because it is a pre-acquisition dividend from my point of view, from the new investor. Yeah. അതായത് പഴയ ഓണറിന്റെ അല്ലെങ്കിൽ ഞാൻ അക്വയർ ചെയ്യുന്നതിന് മുൻപുള്ള ഡിവിഡൻഡ് പോർഷൻ ആയിരുന്നു. സോ അത് ഒരിക്കലും ഇൻകം ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുകയില്ല. ഐ വിൽ അഡ്ജസ്റ്റ് ഇറ്റ് ഫ്രം മൈ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ്. ആൻഡ് ഞാൻ ഹോൾഡ് ചെയ്ത പീരീഡിൽ dividend will be an income for me which is nothing but post acquisition dividend. Clear? So this is the only difference in among shares and debentures. Any purchase and transaction ide dividend alle income inde transaction ide ini ezhudanullathu sale of an investment aanu, adayathu sale of a share. So when sale happens enganeyanu entry edan povunne? Bank account debit to investment in shares account to ലാഭത്തിലാണ് വിറ്റിരിക്കുന്നതെങ്കിൽ to P&L account, നഷ്ടത്തിലാണ് P&L ഡെബിറ്റ് ചെയ്യും. ഇനി ഈ ഒരു പോർഷനിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് വിറ്റ ഇൻവെസ്റ്റ്മെന്റ് യൂണിറ്റ്സിന്റെ കോസ്റ്റിലായിരിക്കും. അത് കണ്ടുപിടിക്കാൻ ഡിബെഞ്ചേഴ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. We have two methods. What were those? FIFO and weighted average. ഇവിടെയും അത് തന്നെയാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള. ഷെയർസ് ആണെങ്കിലും നമ്മൾ ആ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് മെത്തേഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ സൈലന്റ് ആണ് ഏത് മെത്തേഡ് ചൂസ് ചെയ്യണമെങ്കിൽ
ആണെങ്കിൽ രണ്ട് കേസിലും വെയ്റ്റഡ് ആവറേജ് എടുക്കുക. അതായത് ഡിബെഞ്ചറിന്റെ കേസിലാണെങ്കിൽ ഷെയർസിന്റെ കേസിൽ. പക്ഷെ ക്വസ്റ്റനിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഫിഫോ മെത്തേഡ് എടുക്കണമെങ്കിൽ then you can opt for that. ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഈ എൻട്രിയിൽ അന്ന് ഡിസ്കസ് ചെയ്തില്ല, പക്ഷെ നമ്മൾ ലെഡ്ജർ എഴുതി വന്നപ്പോൾ അല്ലെ കമ്പ്യൂട്ടേഷനിൽ പറഞ്ഞൊരു കാര്യമാണ്. ബാങ്കിലേക്ക് വരുന്നത് ശരിക്കും എനിക്ക് സെയിൽ വഴി കിട്ടുന്ന പൈസ, സെല്ലിംഗ് പ്രൈസ് മുഴുവനുമല്ല, ആ സെയിൽ നടക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും എക്സ്പെൻസസ് ഒക്കെ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കുറച്ചിട്ടുള്ള നെറ്റ് സെയിൽസ് മാത്രമായിരിക്കും എൻ്റെ ബാങ്കിലേക്ക് ഞാൻ ഇൻകം ആയിട്ട് കാണിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് സെയിൽ ഫുൾ വാല്യൂ പിന്നെ ഒരു കോസ്റ്റ് ബ്രോക്കറേജോ കമ്മീഷനോ ഒക്കെ വന്നു എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് എൻട്രി കാണിക്കുന്നതിന് പകരം ഇവിടെ തന്നെ നമ്മൾ ആ കോസ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് നെറ്റ് ഫിഗർ ആയിരിക്കും കാണിക്കുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കാൻ നേരത്തും സെയിം കമ്പ്യൂട്ടേഷൻ ആപ്ലിക്കബിൾ ആവും. എന്തായിരുന്നു സെയിം കമ്പ്യൂട്ടേഷൻ? 100 രൂപ എന്ന് ഞാനിപ്പോൾ ഡയറക്റ്റ്ലി പറഞ്ഞു, പക്ഷെ എക്സാമിന് വരുന്ന ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനിൽ 100 രൂപ എന്ന് പറയാതെ ഷെയറിന് വേണ്ടി മാത്രം ഇത്ര, പക്ഷെ അതിന്റെ മീഡിയേറ്റർ ആയിട്ട് ഒരു ബ്രോക്കർ നിന്നിരുന്നു, അയാൾക്ക് ബ്രോക്കറേജ് ഒരു 2% എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു പർച്ചേസ് ഓഫ് ഷെയർ നടത്താൻ എന്തൊക്കെ ചെലവുകൾ ഇൻകർ ചെയ്തു ടു എൻഷുർ ദാറ്റ് ഐ ആം ദ ഓണർ ഓഫ് ദിസ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം June 1, 2019, ആ എല്ലാ കോസ്റ്റും കൂടെ കൂടുന്നതായിരിക്കും ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഡെബിറ്റ് ചെയ്യുക. സോ ദീസ് ആർ ദ മൈന്യൂട്ട് തിങ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. Now next, just like we have learned about X right and cum right price in debentures, we have another concept or another small discussion in shares, which is treatment of bonus shares and right shares. എന്താണ് ബോണസ് ഷെയർസ്? ഓൾറെഡി നമ്മൾ കമ്പനിയിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണ്, കമ്പനിക്ക് നല്ല ലാഭമുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കമ്പനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കുറെ ബോണസ് ആയിട്ട് കൊടുക്കും. എന്താണ് ഈ ബോണസ് ആയിട്ട് കൊടുക്കുന്നത്? അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന പ്രോഫിറ്റിൽ നിന്നെടുത്ത് ബോണസ് ഡിക്ലെയർ ചെയ്യും. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, അക്കൗണ്ടിങ് ഫോർ ബോണസ് ആൻഡ് റൈറ്റ്സ് ഇഷ്യൂ ഒക്കെ ഗ്രൂപ്പ് 1 പഠിക്കുന്നതാണ്. Group 1 അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സോ ഓൾറെഡി ദാറ്റ് പോർഷൻ ഈസ് കംപ്ലീറ്റഡ്. സോ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഷെയർസും വി ഹാഡ് ഡിസ്കസ്ഡ് ഓൾറെഡി. സോ പ്ലീസ് ബ്രിങ് ദാറ്റ് ടു യുവർ മൈൻഡ്. സോ ബോണസ് ഷെയർസ് എന്ന് പറയുന്ന അക്യുമുലേറ്റഡ് ആയിട്ട് കിടക്കുന്ന പ്രോഫിറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്ത് നമ്മൾ ക്യാപിറ്റൽ ബേസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. സോ ഇവിടെ ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കമ്പനി പൈസ വാങ്ങിക്കും ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്ന അഡീഷണൽ നമ്പർ ഓഫ് ഷെയർസ് ആണ്. സോ ഈ ബോണസ് ഷെയർസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടു മെമ്പേഴ്സ് ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഫ്രീ ഓഫ് കോസ്റ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് 1 രൂപ പോലും കൊടുക്കണ്ട, പക്ഷേ നമ്മൾ ഷെയർ ക്യാപിറ്റൽ ബേസ് ഇൻക്രീസ് ചെയ്യും, നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യും. സോ ഈവൻ ദോ ദർ ഇസ് നോ പേയ്മെന്റ് ഓർ value attached to it, there is an increase in number of shares അല്ലേ. So therefore investment account നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് കാണിക്കാൻ വേണ്ടി നമ്മളൊരു ജേർണൽ എൻട്രി, ഒരു ലൈൻ ഐറ്റം റെക്കോർഡ് ചെയ്യും വിത്തൗട്ട് ഹാവിങ് എനി കറസ്പോണ്ടിങ് വാല്യൂ. Yeah, so I hope that is clear. Next we move on to right shares. റൈറ്റ് ഷെയർസ് നമ്മൾക്കറിയാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രിഫറൻസ് കൊടുക്കുകയാണ് when the company issues similar type of shares again. പ്രിഫറൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും ആദ്യമേ ആ ഷെയർസ് വാങ്ങിക്കാനുള്ള റൈറ്റ്സ് കൊടുക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന റൈറ്റ് ആണ് കൊടുക്കുന്നത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ റൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ബെനിഫിറ്റും കൂടി ഉണ്ടായിരിക്കും. സോ വാട്ട് ഈസ് ദ ബെനിഫിറ്റ്? ഇപ്പൊ നോർമലി ആ ഷെയർ കമ്പനി പുറത്തേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് ഡിസ്കൗണ്ടിലായിരിക്കും കൊടുക്കുന്നത്. സോ അതാണ് അവർക്ക് കിട്ടുന്ന റൈറ്റ്. അതായത് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ പോകുന്ന പ്രൈസിലും കുറവ് നിങ്ങൾക്ക് ഞാൻ വാങ്ങിക്കാനുള്ള റൈറ്റ് തരികയാണെങ്കിൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സോ the person who is getting this right shares has option either to accept it, reject ചെയ്യാം, സൈലന്റ് ആയിട്ടിരിക്കാം, വേണ്ടെന്ന് പറയാം, reject it or
sell this rights to somebody else. അതായത് വേറെ ആർക്കെങ്കിലും ഈ റൈറ്റ് മറച്ചു വെക്കാം. അപ്പോൾ ആ റൈറ്റ് വാങ്ങിക്കുന്ന ആരാണോ അവർക്ക് അവകാശം കിട്ടുകയാണ് to buy at this lower price. So this is right shares and we had already discussed about it. Yeah. So how are we going to record this right shares? അതിന് രണ്ട് ഓപ്ഷൻ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. One, he accepts it. അത് വേണമെന്ന് പറഞ്ഞ് റൈറ്റ് ഷെയർസ് വാങ്ങിക്കുകയാണ്. So if a person accepts right shares, then it will be treated like a normal purchase of shares അല്ലെങ്കിൽ normal investment, additional shares വാങ്ങിച്ചതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റിന് എന്ത് എൻട്രിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. അത് തന്നെയായിരിക്കും റൈറ്റ് ഷെയർസ് അക്സെപ്റ്റ് ചെയ്യുന്ന അത്രയും എണ്ണത്തിനും നമ്മൾ റെക്കോർഡ് ചെയ്യും. But if he rejects it or sells it to somebody else, that is, if he sells his rights to somebody else, selling rights or renouncing right എന്ന് വേണമെങ്കിലും പറയാം. So if somebody does that, that means by selling rights or renouncing, selling rights ideally speaking, നമ്മൾക്ക് മറ്റൊരാൾക്ക് നമ്മളൊരു സാധനം, ഒരു റൈറ്റ് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നെന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും? ഇല്ല. We will charge some price from them, അല്ലേ? But the amount that you are going to get by selling rights will be transferred to P&L account generally. So important at authentic. If you are selling rights and you are getting some amount by selling that right, ആ കിട്ടുന്ന എമൗണ്ട് പി ആൻഡ് ലേക്കാണ് സാധാരണ മാറ്റുന്നത്. ഇനി ഇവിടെയും ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു നോട്ട് വരുന്നുണ്ട്, which actually speaking doesn't get applied in any of the problems that the institute has given in the study material. Yeah? But since it is given in theory, we will discuss that. രണ്ട് രീതിയിലാണ് ഇതിനെ പറയുന്നത്. When you know that നമ്മൾ വിൽക്കാൻ പോകുന്ന ഷെയർസ് ഓൾറെഡി നമ്മൾക്ക് കിട്ടിയത് കം റൈറ്റ്സ് പ്രൈസിലാണെങ്കിൽ, കം റൈറ്റ്സ് പ്രൈസും എക്സ് റൈറ്റ് പ്രൈസും നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വിൽക്കാൻ പോകുന്ന ഷെയർസ് കം റൈറ്റ്സ് പ്രൈസിലാണെങ്കിൽ അല്ലെങ്കിൽ എക്സ് റൈറ്റ്സ് പ്രൈസിൽ ആണെങ്കിൽ, എക്സ് റൈറ്റ്സ് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് റൈറ്റ്സിന്റെ എമൗണ്ട് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെയുള്ള നോർമൽ പ്രൈസിലാണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെയാണ് ഒറിജിനൽ ഷെയർ നമ്മൾക്ക് കിട്ടിയത്. ലഭിക്കാൻ പോകുന്നത് എക്സ് റൈറ്റ് പ്രൈസിൽ ആണെങ്കിൽ shares on which rights given. So I will rephrase this sentence. If shares on which rights given was acquired on ex-right basis. Same thing ആണ് ഇപ്പോഴും. If shares on which rights were given, അതായത് നമ്മൾ ഒറിജിനലി കുറെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് റൈറ്റ്സ് കിട്ടിയത്. അപ്പോൾ റൈറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒറിജിനലി വാങ്ങിച്ച ഇൻവെസ്റ്റ്മെന്റ് എക്സ് റൈറ്റ് പ്രൈസിലാണെങ്കിൽ വൺസ് യു സെൽ റൈറ്റ്സ് ആൻഡ് ഗെറ്റ് സം എമൗണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് പി ആൻഡ് ലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അതായത് ജനറലി എന്ന് പറഞ്ഞ് നമ്മൾ ആ മെത്തേഡിൽ തന്നെയായിരിക്കും വർക്ക്ഔട്ട്. പക്ഷെ കം റൈറ്റ്സ് പ്രൈസിലാണെങ്കിൽ പി ആൻഡ് ലേക്ക് ഫുള്ളി എടുത്തുകൊണ്ട് പോകില്ല. അവിടെ ചെറിയൊരു പോയിന്റ് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? സം പോർഷൻ യു വിൽ ടേക്ക് ടു റൈറ്റ് ഡൗൺ ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പോർഷൻ ഓഫ് ദിസ് റൈറ്റ്സ് സെയിൽ വഴി കിട്ടിയ എമൗണ്ട് യൂസ് ചെയ്യും. ഇപ്പൊ സെല്ലിംഗ് റൈറ്റ്സ് വഴി നമുക്ക് 10,000 കിട്ടിയെന്ന് വിചാരിക്കാം. ആ 10,000-ൽ കുറച്ച് പോർഷൻ യു വിൽ ടേക്ക് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എത്രയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്? ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ റിമൈനിങ്? കുറച്ച് പോർഷൻ മാത്രം, സം ഓഫ് ഇറ്റ് will go to reduce the cost of investment and the remaining will be taken to P&L as normal scenario. So reduce cost of investment ilekku pogunnathu enganeyirikkum? So how will you reduce cost of investment, or to what extent you are going to reduce cost of investment? It will be
ക്യാരിയിങ് amount of ആ ഷെയർസിനെ മാർക്കറ്റ് വാല്യൂവിലേക്ക് ഈക്വൽ ആക്കാൻ എത്രയാണോ എമൗണ്ട് വരുന്നത്, അതായത് ക്യാരിയിങ് amount of shares to its market value, ആ ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസ് എമൗണ്ട് ആയിരിക്കും ടോട്ടൽ സെല്ലിംഗ് റൈറ്റ്സിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റിഡക്ഷൻ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് ഒരു എമൗണ്ട് വെച്ചിട്ട് പറയാം, 10,000 rupees ആണ് ടോട്ടൽ സെല്ലിംഗ് റൈറ്റ്സ് എന്ന് വെക്കുക. സെല്ലിംഗ് റൈറ്റ്സിൽ ആൻഡ് ഇറ്റ് വാസ് കം റൈറ്റ്സ് പ്രൈസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോൾ അതിന്റെ അർത്ഥം കുറച്ച് പോർഷൻ P&Lലേക്ക് പോകും, ബാക്കി കുറച്ച് പോർഷൻ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാൻ ഉപയോഗിക്കും. ഇനി എത്രയാണ് ഈ 10,000 P&Lലേക്ക് പോകുന്നത്, എത്രയാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാൻ പോകുന്നത്? ഇമാജിൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ക്യാരിയിങ് amount ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 15,000 ആണ് ക്യാരിയിങ് amount എന്ന് വെക്കാം. മാർക്കറ്റ് വാല്യൂ വാസ് 13,500. സോ ക്യാരിയിങ് amountൽ നിന്ന് മാർക്കറ്റ് വാല്യൂവിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് എത്രയാണ് ഡിഫറൻസ്, ആ ഡിഫറൻസ് എമൗണ്ട് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കും? 10,000 നിന്ന് 500 റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ബാക്കി 8,500 will be taken to P&L. Now when will this get applied? Come rights price ആണ് ശരിയാണ്, പക്ഷേ you also have to check whether നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കുമ്പോൾ when we purchased it, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ 100 രൂപ കൊടുത്താണ് പർച്ചേസ് ചെയ്യുന്ന വെക്കാം. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആണ് നമ്മൾക്ക് റൈറ്റ്സ് ഷെയർസ് കിട്ടുന്നത്. പക്ഷെ റൈറ്റ്സ് ഷെയർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഷെയർസിന്റെ പ്രൈസ് എത്രയായി മാറി? 70 രൂപയായി മാറി. അതിന്റെ അർത്ഥം നമ്മൾ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ചതിനകത്ത് റൈറ്റ്സിനും കൂടെ വേണ്ടിയുള്ള കുറച്ച് പോർഷൻ പൈസ ഇട്ടിട്ടാണ് അവർ 100 ആക്കിയത്. റൈറ്റ്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റൈറ്റ്സിന്റെ എലമെന്റ് മാറി സാധാരണ ഇൻവെസ്റ്റ്മെന്റിന് എത്രയുണ്ടോ വില ആ കോസ്റ്റിലേക്ക് മാറി. അതായത് എക്സ് റൈറ്റ്സ് പ്രൈസ്, റൈറ്റ്സ് ഇഷ്യൂ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് നമ്മൾ വാങ്ങിച്ച പ്രൈസിനേക്കാളും കുറയുകയാണെങ്കിൽ then we can see we have bought the original shares on come rights price and hence a portion of the right sale നിന്ന് കിട്ടുന്ന value will be used to reduce the cost of investment. To what extent? To reduce the carrying amount of that investment to its market value. ബാക്കി ആ റൈറ്റ്സിൽ നിന്ന് കിട്ടിയ സെയിൽ വാല്യൂയോ will be taken to P&L. ഇത് തിയറിറ്റിക്കലി ഈ ഒരു ബൈഫിക്കേഷൻ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുമാണുള്ളൂ. None of the problems they are taking it. So whatever problem we are going to do also, നമ്മൾ റൈറ്റ് ഷെയർസ് വിൽക്കുന്ന ഒരു കേസ് ആണെങ്കിൽ എല്ലാം എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ, P&L ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു തിയറി ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. സോ ഐ വിൽ സജസ്റ്റ് ലേറ്റസ്റ്റ് RTPയും കൂടെ നിങ്ങളൊന്ന് നോക്കാം. അതിൽ ഈ ഷെയർസിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് റൈറ്റ്സിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെയാണ് അവിടെയും ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ only method I believe institute will be asking you also to work out in exam. പക്ഷെ ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. കാരണം RTPയിൽ ഈ ഒരു മോഡലിൽ എക്സ് റൈറ്റ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കുറയ്ക്കുന്ന ഒരു എലമെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ബിക്കോസ് ഓഫ് ദിസ് എക്സ്പ്ലനേഷൻ ആണ്. ദിസ് ഈസ് ഗിവൻ ഇൻ യുവർ സ്റ്റഡി മെറ്റീരിയൽ. പക്ഷെ ഒരു നോട്ടായിട്ട് ചെറിയൊരു രീതിയിൽ തന്നിട്ടുള്ളതേ ഉള്ളൂ. ഇത് പ്രാക്ടിക്കലി ഒരിടത്തും അവർ അപ്ലൈ ചെയ്യുന്നില്ല. പ്രാക്ടിക്കലി എല്ലാ ക്വസ്റ്റ്യനും റൈറ്റ്സ് സെൻഡ് ചെയ്യുന്നതിന് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് വർക്ക് ഔട്ട് ചെയ്യുന്നത്. So we will also take up in all the problems similar manner. ഇനി ഇത്രയും ഉള്ളൂ ഡിസ്കസ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഫോർ ഷെയർസ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റും കൂടെ നമ്മൾക്ക് നോക്കാം, വിച്ച് ഇസ് സിമിലർ ടു ഡിബെഞ്ചറിൽ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റി വിത്ത് ജസ്റ്റ് എ സ്ലൈറ്റ് ഡിഫറൻസ്. You will not have fair face value. Instead of that നമ്മൾക്ക് സാധാരണയുള്ളത് നമ്പർ ഓഫ് ഷെയർസ് ആണ്. അതായത് നമ്പറിലാണ് മൂന്നാമത്തെ കോളം വരുന്നത്. ഡിബെഞ്ചേഴ്സിന് നമ്മൾ കൂടുതലും ചെയ്തത് ഫേസ് വാല്യൂ വെച്ചിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കോളം ഡിബെഞ്ചറിന്റെ കേസിൽ ഇൻട്രസ്റ്റ് ആയിരുന്നു, ഇവിടെ
dividend ആണ്. And finally you will write amount, or you can also see it as cost, whichever way, amount അല്ലെങ്കിൽ cost, ഇത് തന്നെയായിരിക്കും credit side ലും വരാൻ പോകുന്നത്. So this is the pattern or format of investment account of shares of variable income security. So now let us take a few questions from this area. Question number 8. M acquired 30,000 equity shares of K Limited having face value 10 rupees at 18 per share on 31st July 2014. On 1/6/2015, K Limited declared and paid dividend at 15% for the year 2014-15. Give journal entries for purchase of shares and receipt of dividend in the books of M. So journal entries in the books of M. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? 31 ജൂലൈയിൽ അയാൾ ഷെയർസ് വാങ്ങിച്ചു. സോ 31/7/2014 ഇൻവെസ്റ്റ്മെന്റ് വെർ ഡൺ അറ്റ് 30,000 ഇക്വിറ്റി ഷെയർസ് ആണ് വാങ്ങിച്ചത്. ഫേസ് വാല്യൂ 10 രൂപ, പക്ഷെ എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്? 18 രൂപയ്ക്ക്. ഇനി ഇത് പ്രീവിയസ് ഓണറിന്റെ കയ്യിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഡിവിഡൻഡ് പോർഷൻ ഉണ്ടോ എന്നൊന്നും നമ്മൾക്ക് ഇപ്പോൾ അറിയില്ല. Now if you read the question, you know, because അടുത്ത സെന്റൻസ് പറയുന്നത് ഡിവിഡൻഡിനെ കുറിച്ചാണ്. പക്ഷെ ആ 31st ജൂലൈയിലെ ഡേറ്റിൽ അറിയാമോ? ഇല്ല. So we will merely record fully as an investment account. So entry will be investment in equity shares of K Limited account debit 30,000 into 18. So which is 5,40,000 to bank. നമുക്കിപ്പോൾ ബൈഫക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. 5,40,000. ഇനി ജൂൺ 2015, അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ അടുത്ത വർഷം വന്നപ്പോൾ കെ ലിമിറ്റഡ് എന്ത് ചെയ്തു? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് പേ ചെയ്തു 15%. ഏത് വർഷത്തേക്കാണ്? 14-15, അതായത് ഏപ്രിൽ 2014 തൊട്ട് മാർച്ച് 2015 വരെയുള്ള പീരീഡിലേക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. സോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ 2014-15 ഏപ്രിൽ തൊട്ട് ജൂലൈ 31 വരെ ഇത് പ്രീവിയസ് ഓണറിന്റെ ഷെയർസ് ആയിരുന്നു. ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് 1 തൊട്ട് മാർച്ച് 15 വരെയാണ് എമ്മിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുന്നത്. സോ ആ ഒരു പീരീഡിലെ ഡിവിഡൻഡ് മാത്രമേ ശരിക്കും എമ്മിന് ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റുകയുള്ളൂ. സോ ദ നെക്സ്റ്റ് എൻട്രി ഡസൻ ഫോൾ അണ്ടർ ദ സെയിം ഫൈനാൻഷ്യൽ ഇയർ. പക്ഷെ നമ്മളോട് മിയർലി ജേണൽ എൻട്രി ചോദിച്ചിരിക്കുന്ന കാരണം തൊട്ടടുത്ത് തന്നെ നമ്മൾ എഴുതുകയാണ്. ഇഫ് യു വോണ്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇയർ ബ്രേക്ക് കൊടുക്കാം, 15-16 ഫൈനാൻഷ്യൽ ഇയർ 14-15. സോ എൻട്രി എന്താണ്? ബാങ്കിലേക്ക് ഡിവിഡൻഡ് ഇൻകം കിട്ടിയത്. സോ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. എത്ര ഷെയർസിനാണ് ഡിവിഡൻഡ് കിട്ടിയിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിന്റെ കാര്യം നമ്മളിവിടെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എമ്മിന്റെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ട്? 30,000. അപ്പൊ അതിലായിരിക്കുമല്ലോ ഇൻകം കിട്ടിയിരിക്കുന്നത്. യെസ്. ഇനി വാട്ട് വാസ് ദ ഫേസ് വാല്യൂ ഓഫ് ദോസ് ഷെയർസ്? 10 rupees. ഫേസ് വാല്യൂവിന്മേൽ മാത്രമായിരിക്കും നമ്മൾക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്. 15% ഫോർ 2014-15. സോ 30,000 into 10 into 15% is 45,000. സോ ബാങ്കിലേക്ക് വന്നത് 45,000 ആണ്. എന്നാൽ we know that അതിൽ കുറച്ച് പോർഷൻ ഡിവിഡൻഡ് എന്ന് നമ്മൾ പറയുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്ന ലെഡ്ജറിലേക്ക് നമ്മൾക്ക് കാണിക്കാൻ പറ്റുന്നത് only that much portion of dividend which I had received for the period I have held those shares as my investment. That is from ഓഗസ്റ്റ് 1 തൊട്ട് 31/7 വാങ്ങിച്ചത്. സോ ഓഗസ്റ്റ് 1 തൊട്ട് നമുക്ക് പറയാം ഓഗസ്റ്റ് 1 തൊട്ട് മാർച്ച് 31 വരെ. സോ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആൻഡ് Jan, Feb and March. So 8 months. So therefore 8 divided by 12. So we can say out of 45,000, my income is only 30,000 and that should only be taken to P&L and ultimately tax ന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ടാക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഞാനിപ്പോൾ അതൊക്കെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിച്ചോളുക. അവിടെ വരെ നമ്മൾക്ക് അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വരില്ല. സോ ഡിവിഡൻഡ് ഇൻകം ബാക്കിയുള്ള ഇൻകത്തിൻ്റെ കൂടെ ടാക്സിൻ്റെ ഇംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് only 30,000 ആയിരിക്കണം, ബാക്കി എൻ്റെ ഇൻകം അല്ല. Since it is not my income and it is in the nature of a pre-acquisition dividend, it should get adjusted from my cost of investment. So investment in
equity shares of K Limited. ബാക്കി 15,000 in the balancing figure ആണ് നമ്മൾക്കറിയാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 4/12 എന്ന് എഴുതിയാലും തെറ്റില്ല. Yeah, and you can mention maybe in bracket it is due to pre-acquisition dividend. Write the narration appropriately. Yeah, so with this that question is over. അത് നിങ്ങൾക്കൊന്ന് conceptual clarity ക്ക് വേണ്ടി ചെയ്തൊരു ചെറിയ പ്രോബ്ലം ആണ്. Question number 8. So I hope you have understood pre-acquisition dividend and effect. So ഈ എൻട്രിയും കൂടെ വന്നു കഴിയുമ്പോൾ ശരിക്കും എൻ്റെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എത്രയേ ഉള്ളൂ? 5,40,000 ആണ് ആദ്യം ഞാൻ കാണിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിലൊരു ക്രെഡിറ്റ് 15,000 വന്നു. അതായത് 5,25,000 ആണ് ഐഡിയലി സ്പീക്കിംഗ് മൈ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. Yeah. Now we move on to question number 9 without any delay. Chandru purchased 500 equity shares of 100 each in Vamana Limited for 62,500 inclusive of brokerage and stamp duty. Some years later, the company resolved to capitalize its profits and to issue to the holders of equity shares one equity share for every share held by them. Prior to the capitalization, the shares of Vamana Limited was quoted at 175 rupees. After the capitalization, the shares were quoted at 92.5 per share. Chandru sold the bonus shares and received 90 per share. Prepare the investment account in the books of Chandru on average cost basis. അതായത് സെയിൽ നടക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വെയ്റ്റഡ് ആവറേജ് ചൂസ് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇവിടെയും നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ ഹെഡിങ് എഴുതണം. ഇൻ ദ ബുക്സ് ഓഫ് ചന്ദ്രു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഫോർ ദ പീരിയഡ്. സ്ക്രിപ്റ്റിനകത്ത് ഷെയർസ് ഓഫ് വാമന ലിമിറ്റഡ് എന്നൊക്കെയുള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് സ്ക്രിപ്റ്റ് ഷെയർസ് ഓഫ് വാമന ലിമിറ്റഡ് മാത്രമേ എഴുതുന്നുള്ളൂ. Date, particulars, number of shares or number of units. You have then dividend, amount, same for credit side also. Date, particulars, number of shares, dividend and amount. So first entry, date നമ്മൾക്ക് തരുന്നില്ല, ഞാൻ ഡേറ്റ് കോളം അങ്ങ് എഴുതിയതാണ്. സോ യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ഓർ നോട്ട് റൈറ്റ് എനിത്തിങ് ഇൻ ഡേറ്റ് കോളം, അല്ലെങ്കിൽ ആ കോളം കാണിക്കാതിരിക്കും. സോ ഫസ്റ്റ് എൻട്രി നമ്മൾ എത്ര ഷെയർസ് ആണ് വാങ്ങിച്ചത്? 500 ഷെയർസ് വാങ്ങിച്ചു. സോ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ്. സോ എൻട്രി ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് ആയിരിക്കും. സോ ഇൻവെസ്റ്റ്മെന്റിൽ ബാങ്ക് കാണിച്ചു. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു വാങ്ങിച്ചത്? 500 equity shares. So I'll write the number of shares here, 500. And how much did I pay for it? 62,500. I need not write anything under dividend column because I don't know how much I have paid towards dividend. So 62,500 ഞാൻ കൊടുത്താണ് വാങ്ങുന്നത്. അതിനകത്ത് ബ്രോക്കറേജും സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യനിൽ 62,500 എക്സ്ക്ലൂസീവ് ഓഫ് ബ്രോക്കറേജ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിരുന്നെങ്കിലോ, ബ്രോക്കറേജ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി സെപ്പറേറ്റ്ലി കമ്പ്യൂട്ട് ചെയ്തിട്ട് അതും കോസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടി വന്നേക്കും. ഇനി ആഫ്റ്റർ സം ഇയേഴ്സ്, so we don't have anything to write here, leave it as is. Company resolved to capitalize its profits and to issue to the holders of equity shares one equity share for every share held by them. അതായത് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് പല വർഷങ്ങൾക്ക് ശേഷമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഡേറ്റ് ഒന്നും ഇവിടെ ഇല്ലാത്ത കാരണം എല്ലാം കൂടെ നമ്മൾക്ക് ഒറ്റ ഒരു അക്കൗണ്ടിൽ ഒരുമിച്ച് കാണിച്ചാൽ മതി. സോ ബോണസ് കൊടുക്കുകയാണ് 1 for every share held by them. അതായത് 500 ഷെയർസ് ഉണ്ടോ, ഓരോ ഷെയറിനും വീണ്ടും ഓരോ ഷെയർ. അപ്പം 500 ഷെയർസിന് ബോണസ് ആയിട്ട് എത്രയും കൂടി ഇനി അഡീഷണലി കിട്ടും? 500 ഷെയർസ് കൂടെ. ഈവൻ ദോ ദിസ് ബോണസ് ഷെയർസ് ഡസൻറ്റ് ഹാവ് എനി കോസ്റ്റ് ഇൻവോൾവ്, വി വിൽ സ്റ്റിൽ റൈറ്റ് ടു ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് പെർട്ടിക്കുലേഴ്സിൽ എൻട്രി അല്ലെങ്കിൽ ഒരു ലൈൻ ഐറ്റം എഴുതും. ആൻഡ് ദെൻ വി വിൽ ഓൾസോ റൈറ്റ് ദ റേഷ്യോ. And you will only have an entry in
number of shares. You will leave blank both dividend and amount call. കാരണം ബോണസിന് 1 രൂപ പോലും ഇൻവെസ്റ്റർ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കാണിക്കണം. കാരണം ഈ നമ്പർ ഓഫ് ഷെയർസും എൻ്റെ ഷെയർ ആണ് ഈ ബോണസ് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ അത് എനിക്ക് ഉപയോഗിക്കാം, വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ. സോ ലേറ്റർ ഓൺ ക്ലോസിംഗ് ബാലൻസ് കാണാനോ അല്ലെങ്കിൽ സെയിൽസിൻ്റെ സമയത്തോ ഒക്കെ ഈ 500 ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ ആ നമ്പർ ഇൻക്രീസും നമ്മൾ കാണിക്കേണ്ടി വരും. സോ ആ റീസൺ കൊണ്ടാണ് even though there is no journal entry, we still record this line item to ensure that the total number of shares held by the investor is properly counted. Yeah. So bonus shares. ഇനി ബോണസ് ഷെയർ ക്യാപിറ്റലൈസേഷന് മുൻപ് ഷെയർസ് 175 ആയിരുന്നു. ക്യാപിറ്റലൈസേഷന് ശേഷം എത്രയായി മാറി എന്നാണ് പറയുന്നത്? 92.5 per share. Chandru sold the bonus shares and received 90 per share. അതായത് ബോണസ് ആയിട്ട് കിട്ടിയ ഷെയർ മാത്രം ചന്ദ്രു വിറ്റു. അപ്പോൾ അത് എവിടെ വരും? ഇൻവെസ്റ്റ്മെന്റിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് സെയിൽ ഓഫ് ബോണസ് ഷെയർസ്. എത്രയായിരുന്നു ബോണസ് ഷെയർ ഉണ്ടെന്ന്? 500. എത്ര രൂപയ്ക്കാണ് നമ്മൾ വിറ്റത്? 90 per ഷെയർ, അതായത് 45,000. ഇനി അതിൽ എന്തെങ്കിലും ബ്രോക്കറേജ് ഒക്കെ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ ആ ബ്രോക്കറേജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ നമ്മളിവിടെ കാണിക്കുള്ളത്. പക്ഷെ അങ്ങനെ ഒരു എമൗണ്ടിനെ കുറിച്ചൊന്നും പറയാത്ത സ്ഥിതിക്ക് ഫുൾ 90 റുപ്പീസും സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. സോ ആഫ്റ്റർ ദാറ്റ് ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതായത് അതിൻ്റെ അർത്ഥം I have remaining 500 units as my closing stock. പക്ഷെ when I make a sale of a share or investment, there is a chance that I can end up making a profit or loss or no profit no loss situation. പക്ഷെ അതൊന്നും നമ്മൾ കണ്ടുപിടിക്കണം. So therefore profit or loss on sale of bonus shares. Selling price എത്രയായിരുന്നു? Selling price or sales value is 500 into 90, which was 45,000. Selling price ൽ നിന്ന് എന്താണ് നമ്മൾ കുറയ്ക്കുന്നത്? Cost of these shares. So cost of bonus shares, even though directly speaking you do not have any cost. എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടോ? നമ്മളുടെ ലെഡ്ജർ ലൈൻ ഐറ്റം നോക്കിയാൽ ഒരു കോസ്റ്റും ഇല്ല. പക്ഷേ ഇൻഡയറക്ട്ലി ദർ ഇസ് എ കോസ്റ്റ് ഇൻവോൾവ്. വാട്ട് ഇസ് ദാറ്റ്? To get this bonus share, I should have originally acquired 500 shares അല്ലേ? ആ 500 shares ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ബോണസ് കിട്ടുമോ? ഇല്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് അവർ ഹോൾഡ് ചെയ്യുന്നതിന് വീണ്ടും ഒരു ഷെയർ ഫോർ എവറി ഷെയർ എന്നുള്ള രീതിയിൽ ബോണസ് കിട്ടും. അപ്പോൾ ഐഡിയലി സ്പീക്കിംഗ് ഈ ആദ്യത്തെ ലൈൻ ഐറ്റമോ പർച്ചേസോ ഇല്ലായിരുന്നെങ്കിൽ വിൽ ഐ ഗെറ്റ് എനി ബോണസ് ഷെയർസ്? നോ. സോ വിച്ച് മീൻസ് ബോണസ് ഷെയറിന് വേണ്ടി ഡയറക്ട്ലി ഞാനൊരു പൈസയും കൊടുത്തിട്ടില്ലെങ്കിലും പണ്ട് കൊടുത്ത 62,500 ഈ ബോണസും കിട്ടാൻ വേണ്ടി എന്നെ എലിജിബിൾ ആക്കിയ ഒരു കോസ്റ്റ് ആണ്. സോ ദാറ്റ് കോസ്റ്റ് വി വിൽ ഹാവ് ടു കൺസിഡർ. സോ കോസ്റ്റ് എന്ന് ഇവിടെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ എൻറ്റയർ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. Entire cost എത്രയേ ഉള്ളൂ? 62,500. So which means 62,500 I have paid for acquiring how many shares in total? Totally 1000 shares. 500 ശരിക്കും പൈസ കൊടുത്തത്. പക്ഷേ ഈ 62,500 കൊടുത്തോണ്ടാണ് അടുത്ത ഒരു 500 ഷെയർ കിട്ടിയത്. അപ്പോൾ ഫുൾ 1000 വേണ്ടിയാണ് ശരിക്കും ഞാൻ ആ കോസ്റ്റ് മുടക്കിയിട്ടുള്ളത്. സോ 62,500 1000 ഷെയർസിനാണെങ്കിൽ how much is for 500 shares, which is 31,250. Therefore I can say that I have made a profit on sale of bonus shares to the extent of 13,750. So once I have arrived at profit on sale of shares, I'll record it in my account. So to P&L account, profit, working note number, reference and amount in the column matra verulu 13,750. So after this, you just have to show the closing balance. How much is the closing balance? Baki 500 shares. എത്രയാണ് ഡിവിഡൻഡിന്റെ അവിടെ ഒന്നും വരാനില്ല. ഞാൻ ആ കോളം എല്ലാം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് സെയിം പ്രസന്റ് ചെയ്തേ ഉള്ളൂ.
amount കോളത്തിൽ ഐഡിയലി വരേണ്ടത് ഈ ഡിഫറൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലേ. സോ വാട്ട് ഈസ് ദാറ്റ് ഡിഫറൻസ്? So working out number 2, cost of closing balance of investment. Closing cost എത്രയാണ്? 62,500 ഡെബിറ്റിലുണ്ട് പ്ലസ് 13,750 മൈനസ് 45,000. സോ ഐഡിയലി സ്പീക്കിംഗ് 31,250 ആണ് എൻ്റെ ബുക്സിൽ കോസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത്. പക്ഷേ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ വരാൻ പറയുന്നില്ല, ഇല്ല ഒന്നും പറയുന്നില്ല. പക്ഷെ വി ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ് അപ്പ് ആസ് current investment. Long term ആണെങ്കിൽ ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി പറയും. സോ current investment ആയ സ്ഥിതിക്ക് what is the valuation principle that current investment has to apply based on AS 13? Cost or market value, whichever is lower. Long term ആണെങ്കിൽ അങ്ങനെ വേണ്ട, പക്ഷെ സാധാരണ നമ്മൾ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് പൊതുവെ എല്ലാ പ്രോബ്ലവും വർക്ക്ഔട്ട് ചെയ്യുന്നത്. ലോങ് ടേം ആണെങ്കിൽ സ്പെസിഫിക്കലി പറയും. സൈലന്റ് ആയിട്ടുള്ളതെല്ലാം ക്ലോസിംഗ് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ എത്രയായിരുന്നു മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നത്? എത്ര ഷെയർസിനായിരുന്നു നമ്മൾ ഹോൾഡ് ചെയ്ത്? 500 ഷെയർസ്. മാർക്കറ്റ് വാല്യൂ പറയുന്നത് ആഫ്റ്റർ ക്യാപിറ്റലൈസേഷൻ ബോണസും കൊടുത്തു കഴിഞ്ഞിട്ട് ഷെയർ എത്ര രൂപയ്ക്കായിരുന്നു? 92.5. അത് കഴിഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ വി ഹാവ് ടു അസ്യൂം അറ്റ് ദ ടൈം ഓഫ് ക്ലോസിംഗ് ദ ബുക്സ് വിത്ത് 500 റിമൈനിങ് ഷെയർസ് ഓൾസോ മാർക്കറ്റ് വാല്യൂ എത്ര തന്നെയായിരുന്നു? 92.5. So therefore 500 into 92.5 is 46,250. So which means കയ്യിൽ ഉണ്ടായിരുന്ന കോസ്റ്റ് തന്നെയാണ് കുറവ്, മാർക്കറ്റ് വാല്യൂ അതിലും കൂടുതലാണ്. സോ വിച്ച് എവർ ഇസ് ലോവർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തന്നെയായിട്ടായിരിക്കണം നമ്മൾ വാല്യുവേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടത്? അറ്റ് കോസ്റ്റ്. വാല്യുവേഷൻ അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ, whichever is less. So that is 31,250. So hence already books il ulla balance figure എഴുതി വരുമ്പോഴും 31,250 ആണ്. ആക്ച്വലി അവിടെ കാണിക്കേണ്ടത് 31,250 ആയത് കാരണം നിയർലി അത് കാണിച്ചാൽ നമ്മുടെ ലെക്ചർ ടാലി ആയിക്കോളും. ബട്ട് ഇമാജിൻ ഇഫ് മാർക്കറ്റ് വാല്യൂ 30,250 ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം, 30,250 ആയിരുന്നെങ്കിൽ then we can say കോസ്റ്റ് ആയിട്ട് ബുക്സിൽ ഉണ്ടായിരുന്നത് 31, ശരിക്കും കാണിക്കേണ്ടത് 30,000. 1000 രൂപ കുറയ്ക്കണം നമ്മൾ. എങ്ങനെ കുറയ്ക്കും? കോസ്റ്റ് വെച്ച് ബാലൻസ് ചെയ്യുമ്പോൾ ലെഡ്ജറിൽ 31 ബാക്കി വരുന്നത്, അതായത് 30 ആയിട്ട് കുറയ്ക്കണമെങ്കിൽ ഒരു റൈറ്റ് ഓഫ് നടക്കണം ടു പി ആൻഡ് എൽ. അതെങ്ങനെയാണ് നടക്കുന്നത്? ബൈ പി ആൻഡ് എൽ ഇൻവെസ്റ്റ്മെന്റിൽ എഴുതും. സോ ബൈ പി ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ 1000 രൂപ ഇൻവെസ്റ്റ്മെന്റിന്റെ ക്രെഡിറ്റിൽ കാണിക്കും, അത് പി ആൻഡ് എല്ലിൽ ഡെബിറ്റിലേക്ക് ലോസ് ഓൺ ദിസ് വാല്യുവേഷൻ ആയിട്ട് പൊക്കോളും. അങ്ങനെ 1000 രൂപ കുറച്ച് കഴിയുമ്പോൾ ബാലൻസിങ്ങിൽ 30,250. പക്ഷേ ഓൾറെഡി കോസ്റ്റ് തന്നെ വാല്യുവേഷൻ വന്ന കാരണം യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് സച്ച് loss transfers. Yeah. So with that we have completed question number 9 also. Now let us move on to question number 10. Akash Limited had 4,000 equity shares of X Limited at a book value of 15 per share, face value 10 rupees each on 1st April 2017. On 1st September 2017, Akash Limited acquired 1,000 equity shares of X Limited at a premium of 4 per share. X Limited announced a bonus and rights shares issues for existing shareholders. The terms of bonus and rights issue were: bonus was declared at the rate of 2 equity shares for every 5 shares held on 30th September. Right shares are to be issued to the existing shareholders on 1st December. The company issued 2 right shares for every 7 shares held at 25% premium. No dividend was payable on these shares. The whole sum is being payable by 31st December 2017. Existing shareholders were entitled to transfer their rights to outsiders either wholly or partly. Akash Limited exercised its option under the issue for 50% of its entitlements and sold the remaining rights for 8 per share. Dividend for the year ended 31st March 2017 at the rate of 20% was declared by the company and received by Akash Limited on 20th Jan 2018.
On February 1st, Akash sold half of its shareholding at a premium of 4 per share. Market price of share on 31st March was 13 per share. You are required to prepare the investment account of Akash Limited for the year ended 31st March 2018 and determine the value of share held on that date, assuming the investment as current investment. So, investment account in the format so in that format, let us start working. So, ആദ്യമേ പറയുന്നത് already opening ൽ കുറച്ച് shares ഉണ്ടായിരുന്നു. So, which means opening balance ആണ്. അത് ആദ്യം നമ്മൾക്ക് record ഒന്ന് ചെയ്യും. To balance brought down. എത്ര shares എന്നാണ്? 4000 equity shares ആണ്. So, number എഴുതേണ്ട സ്ഥിതിക്ക് 4000 ഇവിടെ എഴുതുക. ഇവിടെ എന്താ കോളത്തിൽ ഒന്നും വരില്ല. And it were at a book value of 15 per share. So, 4000 into 15. 60,000 ലാണ് അത് ബുക്സിൽ കാണിച്ചിരിക്കുന്നത്. That is what is mentioned. അടുത്തത് പറയുന്നത് on September 1st ആകാശ് ഇത് അക്വയർ ചെയ്തു. പുതിയതായിട്ട് കുറച്ച് ഷെയറും കൂടെ. അങ്ങനെ കുറേ ബോണസ് റൈറ്റ്സ് എല്ലാം ഉണ്ട്. സോ അതെല്ലാം കൂടെ നമുക്കൊരു വർക്കിംഗ് നോട്ടിൽ എഴുതാം എല്ലാ ട്രാൻസാക്ഷനും. സോ ആദ്യത്തേത് purchase on എല്ലാ ട്രാൻസാക്ഷനോട് ഒരുമിച്ച് എമൗണ്ട് ഒറ്റ വർക്കിംഗ് നോട്ട് എഴുതിയാൽ ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ്. നമ്മൾ ഡിബെഞ്ചറിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തു പോകും. So that was purchased on 1st September 2017. 1000 shares and a premium of 4 per share. So purchase of 1000 shares at 4 premium എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഫേസ് വാല്യൂ 10 ആണെങ്കിൽ പ്രീമിയം കൂടെ വരുമ്പോൾ 14 രൂപയ്ക്ക്. So computation എന്ന് പറയുന്നത് 1000 into 14, which is 14,000. Yeah. The second question പറഞ്ഞ എല്ലാ വർക്കിംഗ് നോട്ടും എഴുതിയിട്ട് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് പോകും. Second was ബോണസും റൈറ്റും ഇഷ്യൂ ചെയ്തു. ബോണസ് എത്രയാണ്? Was declared on 30th September. 2 for every 5 share. അപ്പോൾ 30th September ബോണസ് ഡിക്ലെയർ ചെയ്തു. Bonus shares declared on 30th September 2017. അന്ന് നമ്മളുടെ കയ്യിൽ എത്ര ഷെയർസ് ഓൾറെഡി ഉണ്ട്? ഓപ്പണിങ്ങിൽ 4000 ഉണ്ടായിരുന്നു, പ്ലസ് സെപ്റ്റംബർ 1-ന് 1000 ഷെയർസും കൂടെ വാങ്ങിച്ചു. അപ്പോൾ 5000. ഈ 5000 ഷെയർസിന്മേലാണ് 30 സെപ്റ്റംബറിന്റെ ദിവസം നമ്മൾ ബോണസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എത്ര ഷെയർസ് ഉണ്ടോ അതിലാണ് നമ്മൾക്ക് റേഷ്യോ കിട്ടാൻ പോകുന്നത്. സോ 2 for every 5 ഷെയർസ്, അതായത് 5000 into 2/5, 2000 ഷെയർസ് ആണ് ബോണസ് ആയിട്ട് കിട്ടുന്നത്. The next point, right shares issue ചെയ്യുന്നത് December 1st-നാണ്. The company issued 2 right shares for every 7 shares held at 25% premium. No dividend was payable ആണ്. അതായത് റൈറ്റ്സ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ number of right shares ഡിക്ലെയർ ചെയ്യുന്നത് ഡിസംബർ 1-നാണ്. അപ്പോൾ ഡിസംബർ 1-ന്റെ സമയത്ത് എത്ര ഷെയർസ് ഉണ്ടോ അത് മുഴുവനും കിട്ടാൻ വേണം. സോ 4000 ഓൾറെഡി ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നു, പിന്നീട് 1000 വാങ്ങിച്ചു, പിന്നീട് റൈറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ബോണസ് കൊടുത്തിരുന്നു. സോ ആ 2000 ഷെയർസും കൂടെ വരും. സോ അതിൽ റൈറ്റ് ഷെയർസ് ഡിക്ലെയർ ചെയ്യുന്ന ഇത് റേഷ്യോ ആയിരുന്നു 2 റൈറ്റ് ഷെയർസ് ഫോർ എവറി 7 ഷെയർസ് ഹെൽഡ്. സോ റേഷ്യോ വിൽ ബി 2/7. So 7,000 into 2/7 എന്ന് പറയുമ്പോൾ again 2000 shares. ഇതാണ് റൈറ്റ് ഷെയർസ്. റൈറ്റ് ഷെയർസിൽ പക്ഷെ നമ്മളോട് പറയുന്നു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾക്ക് വേണമെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് വാങ്ങിക്കാം. അപ്പോൾ 50% ആൾക്കാർ അത് വാങ്ങിക്കാൻ റെഡിയായി റൈറ്റ് ഷെയർസ്, 50% ആൾക്കാർ അത് വിറ്റു. റിമൈനിങ് റൈറ്റ്സ് ഫോർ 8 per share. So let us see how to treat that. So fourth one is purchase of right shares. So right shares subscribed. So 2000 ഷെയർസിന്റെ 50% വിറ്റു എന്നാണ്, 50% സബ്സ്ക്രൈബ് ചെയ്തതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അത് ഇവിടെ പറയുന്നുണ്ട്. റൈറ്റ് ഷെയർസിൽ
ഫോർ അ 25% പ്രീമിയത്തിലാണ്. അപ്പോൾ ഇവിടെ എന്തോ എക്സസ് ആണ്, ബിക്കോസ് ചിലപ്പോൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലും പ്രീമിയത്തിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. സോ വിച്ച് മീൻസ് പ്രീമിയത്തിലാണെങ്കിൽ ഓൾറെഡി ഫേസ് വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. അപ്പോൾ പ്രീമിയം എന്ന് പറയുമ്പോൾ 25% on 10. So which means 12.5 ഒരു ഷെയർ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ 12.5 into 2000 shares into 50%, which is 12,500. അപ്പോൾ 12,500 രൂപ മുടക്കിയാലായിരിക്കും റൈറ്റ് ഷെയർസിന്റെ ആ 2000 ഷെയർസ് നമുക്ക് 2000ന്റെ പകുതി 1000 ഷെയർസ് നമ്മൾക്ക് കിട്ടുന്നത്. ഇനി ബാക്കി ഷെയർ എന്ത് ചെയ്തു? sold 50% rights at 8 per share. അതായത് ബാക്കി 50% 2000ന്റെ റിമൈനിങ് 50% that was sold at 8 rupees. That means 8,000. ഈ 8,000 നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ നമ്മൾ തിയറിറ്റിക്കലി പല എക്സ്പ്ലനേഷനും കംറൈറ്റ്സും എക്സറൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും എക്സറൈറ്റ് പ്രൈസ് പോലെ പി ആൻഡ് എല്ലിലേക്ക് എടുക്കുന്നതാണ്. സോ ഇവിടെയും റൈറ്റ്സ് സെൽ ചെയ്ത് കിട്ടിയ ആ പ്രൈസ് 8,000 രൂപ ഡയറക്ട്ലി പി ആൻഡ് എല്ലിലേക്കാണ് എടുക്കുന്നത് ആസ് ഇൻകം ഫ്രം സെയിൽ ഓഫ് റൈറ്റ്സ്. നെക്സ്റ്റ് ഇസ് ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഡിവിഡൻഡ് ഫോർ ദ ഇയർ ആൻഡ് 31st March 2007, അതായത് പ്രീവിയസ് വർഷത്തെ ഡിവിഡൻഡ് 20% ഡിക്ലെയർ ചെയ്തു. അത് ആകാശ് ലിമിറ്റഡിന് കിട്ടുന്നത് ജനുവരി 2018 സോ 2017 ഇൻവെസ്റ്റ്മെന്റ് ആണ്. 2017 വരെയുള്ള പീരീഡിന്റെ ഡിവിഡൻഡ് ആണ്. സോ 2017 മാർച്ച് വരെ നമ്മൾക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് ബാലൻസ് ഒരു 4,000 ഇല്ലായിരുന്നു. സോ ആ 4,000-ന്മേൽ വുഡൻ വി ഗെറ്റ് ആർ ഷെയർ ഓഫ് ഡിവിഡൻഡ്? യെസ്. സോ ഡിവിഡൻഡ് ഓൺ, സോ ഡിവിഡൻഡിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ആദ്യത്തെ നമുക്ക് പറയാം ഓൺ ഓപ്പണിംഗ് ബാലൻസ് 4,000 ഷെയർസ്. അതെന്തായിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ ഇൻകം ആണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോഴും ഞാൻ തന്നെയായിരുന്നു അതിന്റെ ഓണർ. അന്ന് അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. സോ therefore it means that I should get the income for these opening investment ആയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇത് പ്രീവിയസ് ഇയറിനാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്, അത് ഓർക്കണം. സോ ഡിവിഡൻഡ് ഫോർ ഇയർ എൻഡ് 31st March 2017. So opening balance face value ആയിരിക്കും 15%. 20%. So 20% ആണ് ഡിവിഡൻഡ് കിട്ടുന്നത്. So 40,000 into 20%, which is 8,000. This also will be taken to P&L as dividend income. ഇതിന് തൊട്ട് മുൻപുള്ള ഇൻകം പി ആൻഡ് എല്ലിലേക്ക് പോകുന്നത് ആസ് ഇൻകം ഫ്രം സെയിൽ ഓഫ് റൈറ്റ്സ്. ഇനി 4,000 നിന്നു. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഒരു പർച്ചേസും കൂടെ ഉണ്ട് അല്ലെ. പർച്ചേസ് എത്രയായിരുന്നു? 1000 ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്തു. എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്? സെപ്റ്റംബർ 17 2017 പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ സെപ്റ്റംബർ 2017 സെപ്റ്റംബർ 1 നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഓഗസ്റ്റ് 31 2017 വരെ ഇത് പ്രീവിയസ് ഓണറിന്റെ ഷെയർ ആയിരുന്നു. അപ്പോൾ 31st March 2017 ഇത് അയാളുടെ തന്നെ ഷെയർ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന്റെ ഇൻകം ശരിക്കും കിട്ടേണ്ടത് ഈ 1000 ഷെയർസിന് പ്രീവിയസ് ഓണറിനാണ്. പക്ഷേ സിൻസ് we were the shareholders at the time of dividend being declared and paid, we will get the dividend on this 1,000 shares. പക്ഷെ അത് നമ്മളുടെ ഷെയർ ആണോ? അല്ല. നമ്മളുടെ ഷെയർ ആണോ എന്ന് വെച്ചാൽ സെപ്റ്റംബർ 1 തൊട്ട് നമ്മളുടെ ഷെയർ ആണ്. പക്ഷെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കിട്ടിയ ആ സമയത്ത് ഇത് നമ്മളുടെ ഷെയർ ആയിരുന്നു അല്ല. അതായത് 31st March 2017. സോ അതിൻ്റെ അർത്ഥം നമ്മൾ 14,000 രൂപ കൊടുത്ത് ഇത് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എന്ത് കിടപ്പുണ്ട്? ഒരു പ്രീ അക്വിസിഷൻ ഡിവിഡൻഡിന്റെ കോമ്പണന്റ് കിടപ്പുണ്ട്, which should be eliminated from my investment in shares. Yeah. So on purchase of 1/9/2017 1,000 shares,
So 1000 shares in the face value 10 into 20%. ഇനി ഇത് ഏതെങ്കിലും പീരീഡ് നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത പ്രോബ്ലമോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത പോയിന്റിലെയോ എയ്ത്ത് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ into 8/12 into 4/12 അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ബിക്കോസ് 31st March 2017 വരെയുള്ള ഇൻകത്തിനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് ഇത് നമ്മളുടെ ഷെയർസേ അല്ലായിരുന്നു. സോ ഫുൾ ഷെയർ ഡിവിഡൻറ്റും കഴിഞ്ഞ വർഷത്തെയാണ്. അത് ആർക്ക് കിട്ടണം? ഫുള്ളി അയാൾക്ക് തന്നെ കിട്ടണം. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ ഫോർവേഡ് മുന്നോട്ട് പോകുമ്പോൾ 2018 ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുകയാണെന്ന് വെക്കുക. 2018 ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുകയാണ്. 2018 ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് പറയാം സെപ്റ്റംബർ 1, 2017 തൊട്ട് മാർച്ച് 18 വരെയുള്ളത് എൻ്റെ ഡിവിഡൻറ്റ് ഉള്ളൂ. ഇതിനകത്തെയും ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള 4 മാസത്തെ ആരുടെയാണ്? പ്രീവിയസ് ഓണറിൻ്റെയാണ്. നൗ ദിസ് is the dividend of the previous year altogether. At that time, I was nowhere in the picture as an investor for this 1000 shares. So full income. അപ്പോൾ നമ്മൾ 8/12 4/12 ഒന്നും എടുക്കാത്തതിന്റെ കാരണം വെച്ചാൽ ഫുള്ളും കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറയുന്നത്. ഈ 17-18 നമുക്ക് പറയായിരുന്നു അതിൽ കുറച്ച് നാൾ ഞാൻ ഇൻവെസ്റ്റർ ആയിരുന്നു, കുറച്ച് നാൾ പ്രീവിയസ് ഓണർ. അതുകൊണ്ട് ആ 8/12 അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഫ്രാക്ഷൻ എടുക്കാൻ. ഇവിടെ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഫുൾ amount belongs to my previous owner, which is 2000 rupees, and it will be taken or considered as a pre-acquisition dividend and hence adjusted from. നിങ്ങൾക്ക് ഇത് താഴേക്ക് എഴുതിയാൽ മതി. ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് ബ്രാക്കറ്റിൽ എഴുതാം. hence adjusted from cost of investment. Yeah. So that is that. Next is on 1st February 2008, Akash Limited sold half of its shareholdings at a premium of 4 per share. അതായത് ഫെബ്രുവരി 2018 ഷെയർസ് വിറ്റു. ഷെയർസ് സോൾഡ് ഓൺ എത്ര ഷെയർസ് ആണ് വിറ്റത്? ഹാഫ് ഓഫ് ഷെയർ ഹോൾഡിങ്സ്. എത്രയാണ് നമ്മുടെ ഷെയർ ഹോൾഡിങ്സ്? ഓപ്പണിംഗ് ബാലൻസിൽ 4000 ഉണ്ടായിരുന്നു, പിന്നെ ഒരു 1000 പർച്ചേസ് ചെയ്തപ്പോൾ 5000, ബോണസ് ഒരു 2000 കിട്ടി, അപ്പോൾ 7000. റൈറ്റിൽ 1000 സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ, ബാക്കി 1000 എണ്ണത്തിന്റെ റൈറ്റ് നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ 7000ന്റെ കൂടെ വീണ്ടും ഒരു 1000 ഷെയർ കൂടെ. സോ ടോട്ടലി ഐ ഹാവ് 8000 ഷെയർസ്. ആ 8000 ഷെയർസിൽ 50% വിറ്റു എന്നാണ് പറയുന്നത്. സോ ഐ ഹാവ് സോൾഡ് ഓൺലി 50% ആയ 4000 ഷെയർസ്. And at what price? I sold at a premium of 4 per share, which means I have sold at 14 rupees. So therefore 4000 into 14, 56,000 ഞാൻ വിറ്റിട്ടുള്ളത്. Yeah, 56,000 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇവിടെ ബ്രോക്കറേജ് കമ്മീഷൻ ഒന്നും പറയുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ 56ൽ നിന്ന് അത് കുറച്ചിട്ട് നെറ്റ് സെല്ലിംഗ് പ്രൈസ് കാണിച്ചാൽ മതിയായിരുന്നു. So 56,000 is my selling price, but I have to now find out whether I have earned a profit or loss by selling this shares. Profit or loss on sale of shares. How will we find out that? One question weighted average എന്നെല്ലാം പറയുന്നു. ഒന്നും പറയുന്നില്ല. സോ ഒന്നും പറയുന്നില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു സെയിൽ വരുമ്പോൾ ഫിഫോ മെത്തേഡിലെ വെയ്റ്റഡ് ആവറേജ് ആണ് നമ്മൾക്കുള്ളത്. സൈലന്റ് ആയിരിക്കുന്ന കേസിലൊക്കെ നമ്മൾ വെയ്റ്റഡ് ആവറേജ് ആണ് എടുക്കുന്നത്. സോ വെയ്റ്റഡ് ആവറേജ് എന്ന് വെച്ചാൽ എല്ലാ കോസ്റ്റിൻ്റെയും കൂടെ ടോട്ടൽ. സോ ഒറിജിനൽ കോസ്റ്റ് ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെന്റിന്റെ കോസ്റ്റ് 60,000 ആയിരുന്നു. 60,000. അത് കഴിഞ്ഞിട്ടുള്ള പർച്ചേസിന്റെ കോസ്റ്റ് 14,000 ആയിരുന്നു. ബോണസിന് നമ്മൾക്കൊന്നും കാശൊന്നും മുടക്കേണ്ടി വന്നിട്ടില്ല. സോ ലീവ് ഇറ്റ് അറ്റ് ദാറ്റ്. റൈറ്റ് ഷെയർസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിന് എത്ര കൊടുക്കേണ്ടി വന്നു? 12,500. സോ ദാറ്റ് ഈസ് അനദർ കോസ്റ്റ്. ദെൻ എന്തെങ്കിലും അഡീഷണൽ കോസ്റ്റ് ഉണ്ടോ? പിന്നെ കോസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നമ്മൾക്കൊരു കോസ്റ്റിലേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, അതായത് ഒരു ക്രെഡിറ്റ് വരുന്നുണ്ട്, -2,000. നൗ ഇഫ് യു ഫീൽ ദാറ്റ് ഇങ്ങനെ ചെയ്യുന്നത് കൺഫ്യൂസിങ് ആണെങ്കിൽ ഈ ഒരു സ്റ്റേജ് വരെ ഫുൾ എൻട്രീസും ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലുള്ള എല്ലാവും ആ കോസ്റ്റ് കോളത്തിന്റെ ക്രെഡിറ്റ്സ് എന്തെങ്കിലും കുറയ്ക്കുന്നുണ്ടെങ്കിൽ ആ കുറവും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ് നെറ്റ് കോസ്റ്റ്. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഈ കമ്പ്യൂട്ടേഷൻ നടത്തിയാലും മതി.
since it is easy right now for me, I'm just doing it. Do it according to your convenience. Yeah. ഇനി എത്ര ഷെയർസിനാണ് ഈ കോസ്റ്റ് ഒക്കെ വന്നിരിക്കുന്നത്? ആദ്യത്തേത് 4000, രണ്ടാമത്തെ പർച്ചേസ് 1000. ഇതാണ് പറഞ്ഞത്. ഈ സ്റ്റെപ്പും നമ്മൾക്ക് എമൗണ്ടിന്റെ അഗൻസ്റ്റ് ആയിട്ടുള്ള ലൈൻ ഐറ്റത്തിൽ കാണാം. സോ ആ സമയത്ത് ചെയ്താലും തെറ്റൊന്നുമില്ല. ഷെയർസ് ടോട്ടലി പ്ലസ് ബോണസും കൂടെ ചേർത്താണ് നമ്മൾ കോസ്റ്റ് മുടക്കിയിരിക്കുന്നത്. കാരണം പഴയ ഷെയർ വാങ്ങിച്ചില്ലായിരുന്നെ ബോണസ് കിട്ടുമായിരുന്നു? ഇല്ല. സോ therefore that also should be included. into എത്ര ഷെയർസ് ആണ് വിറ്റത്? 4000 shares. Therefore 60,000 plus 14,000 is 12,500 minus 2,000 divided by 8,000 into 42,250. So which means the cost of the investments that I have sold is 42,250. നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 56,000. 42,250 കോസ്റ്റ് ആണ്. ഇവിടെ ഞാൻ പ്രോഫിറ്റ് എന്നാണ് ലൈൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. സോ പ്രോഫിറ്റ് will be 13,750. This is going to be cost of shares sold. Cost of shares sold എഴുതിയിട്ടാണ് ഈ കമ്പ്യൂട്ടേഷൻ കാണിക്കുന്നത്. It is better, I think, if we ഇവിടെ കറക്ഷൻ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. Cost of shares sold is 42,250. So therefore profit on sale is 13,750. So ഇവിടെ കൊണ്ട് തീരില്ല. We still have closing balance അല്ലേ? Closing ബാലൻസിന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിക്കണം. Closing balance of shares because current investment ആയിട്ട് ട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്. So current investment എന്ന് വെച്ചാൽ you will have valuation principle of cost or market value whichever is less. So അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. Cost or market value. 4,000 ഷെയർസ് ആണ് ബാലൻസിലുള്ളത്. മാർക്കറ്റ് വാല്യൂ എത്രയാണ് നമ്മൾക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 13 per share. Which is 52,000. ഇനി കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഇപ്പോൾ ഒത്തിരി ലൈൻ ആയിട്ട് ആയത് കാരണം ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് നൗ. വി വിൽ ടേക്ക് ഇറ്റ് ഇൻ ടു ലെഡ്ജർ പ്രസന്റേഷൻ. So I'll quickly go and finish this, then we will take it forward. So I've just quickly recorded all transactions. ഒന്നും കൂടെ പറയാം. ഓപ്പണിംഗ് ബാലൻസ് 14 എഴുതി, 4,000 60,000 into 15 വെച്ചിട്ട് 4,000 into 15. This line item also maybe you can include in the working note. അപ്പോൾ ഫുള്ള് അവിടെ തന്നെ കിട്ടും. രണ്ടാമത്തേത് വീണ്ടും പർച്ചേസ് ചെയ്തത് 1000 ഷെയർസ് ആയിരുന്നു, 14,000 ആയിരുന്നു എമൗണ്ട്. അതിവിടെ എഴുതി. ഡേറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് സെപ്റ്റംബർ ആണ്. അടുത്തത് സെപ്റ്റംബർ 30 ബോണസ് ഡിക്ലെയർ ചെയ്തു. സോ അതിന് ലൈൻ ഐറ്റം എഴുതുമെങ്കിലും വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു റൈറ്റ് അണ്ടർ എമൗണ്ട്. സോ ടു ബോണസ് ഷെയർ നമ്മൾ ആ റേഷ്യോ കൊടുത്തിട്ട് നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിച്ചത് അങ്ങോട്ട് എഴുതി. 2,000 ഷെയർസ്, നത്തിങ് അണ്ടർ ദ അതർ ടു കോളംസ്. ദെൻ റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. അത് ഇഷ്യൂ ചെയ്യുന്നത് ഡിസംബർ 1-നാണ്. പക്ഷേ ഇതെല്ലാം പേയ്മെന്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇത് വേണോ വേണ്ടയോ എന്ന് സമ്മതിക്കുന്നത് എന്നായിരുന്നു? ഹോൾ സം ബീങ് പേയബിൾ ബൈ 31st December. അതായത് ആർക്കൊക്കെ റൈറ്റ് ഷെയർസ് വേണം അവരൊക്കെ 31st December കാശ് തരണം. അപ്പം നമ്മൾ 50% ആൾക്കാർ ഇത് വേണമെന്ന് പറഞ്ഞവർ 31st December കാശ് തന്നായിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. സോ 1st December അവർ ഇഷ്യൂ ചെയ്യുന്നതൊന്നും നമ്മൾ ബുക്സിൽ വരില്ല. ദോസ് ആർ ഓൾ ഡോക്യുമെന്ററി പേർപ്പസ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് അല്ലെ കാര്യങ്ങളാണ്. അതായത് ഇഷ്യൂ ചെയ്യുന്നു, അനൗൺസ് ചെയ്യുന്നു, അതൊന്നും ബുക്ക് ഓഫ് എൻട്രിയിൽ വരില്ല. ബിക്കോസ് അത് വരണമെങ്കിൽ എമൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പർ ചേഞ്ച് വരണം. That we will record only at the time of actually this 31/12/2017. So bank rights, അതായത് റൈറ്റ്സ് വാങ്ങിച്ചത് വഴി നമ്മൾക്ക് പോയ പൈസ എത്രയാണ്? 12,500. എത്ര ഷെയർസ് കിട്ടി? 2,000 ടോട്ടൽ ഷെയർസിന്റെ 50% 1000. ഇനി നമ്മൾക്ക് ബാങ്കിലാണ്, നമ്മുടെ ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത് അല്ലെ. സോ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റിനെ ഡെബിറ്റ് ചെയ്യുക. റൈറ്റ് ഷെയർസ് വാങ്ങിച്ചത് വഴിയാണ് പേയ്മെന്റ് പോയെന്ന് കാണിക്കാൻ ബ്രാക്കറ്റിൽ റൈറ്റ്സ് ഒന്നും കൊടുത്തു. Then we had after rights
റൈറ്റ്സ് വിറ്റതിന്റെ കാര്യം അത് 8,000 ഞാൻ പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നത് പി ആൻഡ് ലേക്കാണ് പോകുന്നത് സോ വിൽ ഇറ്റ് കം അണ്ടർ മൈ investment account no so therefore it is very important that you when you write this working note each sold ആയിട്ട് കിട്ടുന്ന 8,000 എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾ അവിടെ എഴുതുക കാരണം അത് ഇൻവെസ്റ്റ്മെന്റ് മെയിൻ അക്കൗണ്ടിന്റെ ആൻസറിൽ വരുന്നില്ല അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചേക്കാം അല്ലാതെ പി ആൻഡിൽ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇവിടെ ഒരു ലൈൻ ഐറ്റം എഴുതിയാൽ മതി സോ അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രാൻസാക്ഷൻ ഡിവിഡൻഡ് ആയിരുന്നു ഡിവിഡൻഡ് 8,000 രൂപ നമ്മളുടെ തന്നെ ഡിവിഡൻഡ് ഇൻകം ആണ് പക്ഷെ 2,000 പ്രീ അക്വിസിഷൻ ആണ് കോസ്റ്റിൽ നിന്ന് കുറയ്ക്കണം ഡിവിഡൻഡ് എന്നാണ് നമ്മൾക്ക് കിട്ടുന്നത് കമ്പനി റിസീവ്സ് ഇറ്റ് ഓൺ 20th Jan സോ 20th Janൽ നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കും now dividend is also a separate ledger just like interest was a separate ledger for debentures so dividend ആയിട്ട് വരുന്ന ആ 8,000 രൂപ നമ്മളുടെ ഇൻകം നമ്മൾ എന്തായിട്ട് കാണിക്കും ഡിവിഡൻഡ് കോളത്തിന്റെ താഴെ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കും 8,000 and the amount which was pre-acquisition dividend അത് ഞാൻ തൊട്ടടുത്ത ലൈൻ ആയിട്ടും ഒന്നും കൂടെ സെയിം എൻട്രി റിപ്പീറ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റിൽ എനിക്ക് ബൈഫർക്കേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത് that 2,000 it is received in my bank so ബാങ്കിൽ അത് ഡെബിറ്റ് ആവും പക്ഷെ ഞാൻ ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്ന ആരെയാണ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനെയാണ് ഞാൻ ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നത് സോ ഐ ഹാവ് ക്രെഡിറ്റ് under amount column so dividend ഡിക്ലെയർ ചെയ്ത് എല്ലാം എഴുതി കഴിഞ്ഞാൽ അടുത്തത് ഷെയർ വിറ്റതിന്റെയാണ് സോ ഷെയർ വിൽക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ റെക്കോർഡ് ചെയ്യണം ബാങ്കിലേക്ക് ഡെബിറ്റ് പോകും ഇവിടെ പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ഓൾസോ ഷുഡ് ഗെറ്റ് അക്കൗണ്ട് സോ സെയിൽ ഫെബ്രുവരി 1 സോ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് 4,000 ഷെയർസ് എത്ര രൂപയാണ് കിട്ടിയെന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നു സിൻസ് ഇറ്റ് വാസ് എ പ്രോഫിറ്റ് ഐ വിൽ ടേക്ക് ഇറ്റ് ടു ദ ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് P&L as പ്രോഫിറ്റ് ഓൺ സെയിൽ സോ ആഫ്റ്റർ ദിസ് വി റീച്ച് ക്ലോസിംഗ് ബാലൻസ് സോ ഇനി നമ്മൾക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ക്ലോസിംഗ് ബാലൻസ് ആണ് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഓൾറെഡി എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു 4,000 യൂണിറ്റ്സ് ആൻഡ് അതിന്റെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടേഷൻ നടത്തി 52,000 but since it's a current investment valuation principle will get applied as per AS 13 and you have to check cost or market value whichever is less അപ്പോൾ കോസ്റ്റ് നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈ എമൗണ്ട് കോളത്തിന് ഡെബിറ്റും ക്രെഡിറ്റും കൂടെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് which is 60,000 plus 14,000 plus 12,500 plus 13,750 minus 2,000 minus 56,000 that means it is 42,250 so if directly avade ezhudan varate go ahead and write in the working note that you have taken so 42,250 is my cost and market value is 52,000 so whichever is less vechittu endayirkum closing balance ന്റെ valuation 42,250 തന്നെയായിരിക്കും അതായത് കോസ്റ്റ് തന്നെയായിരിക്കും ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് ആസ് മൈ ബാലൻസിന്റെ valuation amount also so which means you don't have any loss on valuation വരുന്നതൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ you could have written that as a line item in here just before closing balance so since nothing is there you can go ahead and fill in 42,250 ഇവിടെയും വർക്കിംഗ് നോട്ട് റെഫറൻസ് കൊടുക്കാം വർക്കിംഗ് നോട്ട് 1 എന്നുള്ളത് അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് വായിക്കാൻ ഈ എമൗണ്ട് കോളം നമ്മൾ ഫിൽ ചെയ്തു എമൗണ്ട് കോളം ഇസ് 1 ലെഡ്ജർ നമ്പർ കോളം ലെഡ്ജർ ഒന്നുമല്ല ഈ എമൗണ്ട് കോളത്തിനെ റെപ്രസെന്റ് ചെയ്യാണ് എത്ര യൂണിറ്റ്സ് ആണെന്നുള്ളത് സോ ആ രണ്ട് കോളം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും but this 4,000 doesn't go anywhere it is for mostly നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ അതായത് 4,000 ഷെയർസിന്റെ വർത്ത് ആണ് ഈ 42,000 എന്നുള്ള കാര്യം നമ്മളെ അറിയിക്കാൻ വേണ്ടിയാണ് so that is done now we have only one column pending which is dividend column and this dividend column is another ledger which is for the sake of relating it to that particular investment ഇതിനുള്ളിലേക്ക് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു ലെഡ്ജർ ആണെന്ന് മാത്രമേ ഉള്ളൂ so dividend another ledger amount column എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ലെഡ്ജർ ആണ് so dividend column ഡെബിറ്റിൽ നോക്കിയാൽ ഒന്നുമില്ല ക്രെഡിറ്റിൽ എത്രയുണ്ട് 8,000 and this dividend is an income a revenue item so it should go to P&L as a revenue nature അല്ലെങ്കിൽ ഒരു income item on 31st March 2018 I transfer it to P&L as final transfer the income 8,000 rupees so with that we complete question number 10 yeah so ഇത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ മോഡലിലായിരിക്കും നിങ്ങൾക്ക് ഷെയർസിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രോബ്ലം വരാൻ പോകുന്നത് സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് thoroughly
ഇനി question number 11 ഉണ്ട്, which is actually a comprehensive problem about which I had already mentioned in one of the previous classes. This is picked straight from your study material. So നിങ്ങൾക്ക് അവിടെ നിന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് ഐ വോണ്ട് ഓൾ ഓഫ് യു ടു വർക്ക് ഇറ്റ് ഔട്ട് ആസ് എ ഹോംവർക്ക്. നിങ്ങൾ തനിയെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതാണ് ആൻസേഴ്സ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ സ്റ്റഡി മെറ്റീരിയൽ ഓൾസോ ഫോർ യു ടു ചെക്ക്. പക്ഷെ ഡയറക്റ്റ്ലി അവിടെ പോയി വായിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം നഷ്ടപ്പെടും. സോ ട്രൈ ഇറ്റ് ഔട്ട്. ഈ കോംപ്രഹെൻസീവ് പ്രോബ്ലം ആണെന്ന് പറയാൻ കാരണം ഫിക്സഡ് ഇൻകം ബാലൻസ് സെക്യൂരിറ്റിയും ഉണ്ട്, വേരിയബിൾ ഇൻകം ബാലൻസ്. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ വലിയൊരു ക്വസ്റ്റൻ ആണ്. വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ വന്നാൽ 15 മാർക്കിനൊക്കെ വരും. 10 മാർക്സ് ടു 15 മാർക്സ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കോംപ്രഹെൻസീവ് ആയിട്ട് വന്നാൽ. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ്ലി ആയിരിക്കും വരുന്നത്. സോ ദാറ്റ് വിൽ ബി കമ്പാരിറ്റീവ്ലി ലോവർ മാർക്ക്. സോ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആൻസേഴ്സ് ഞാനിവിടെ സ്ക്രീനിൽ തന്നിട്ടുണ്ട്. You can also check it from the study material. Round of differences വേണം കണ്ടെന്നിരിക്കാം. That you can ignore it. Yeah? So with that we complete or come to the end of investment accounts. Yeah? ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലെ അഡ്ജസ്റ്റ്മെന്റ് പോയിന്റ്സ് കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതേ മോഡലിൽ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഒക്കെ വരുള്ളൂ. അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. Yeah, so we are going to wind up. We have actually only one more chapter from the study material pending, which is final accounts of companies. But that final accounts of companies mostly is a self-study chapter, because final accounts of companies നമ്മൾ മെയിൻലി പഠിക്കേണ്ടത് ഫോർമാറ്റ് ആണ്. ഷെഡ്യൂൾ പ്രകാരമുള്ള ബാലൻസ് ഷീറ്റ് P&L ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റഡി മെറ്റീരിയലിന് ഫോർമാറ്റ് വായിക്കാനാണ്. കാരണം ഞാൻ ക്ലാസ് എടുത്താലും ഐ ജസ്റ്റ് ബി സ്ക്രോളിംഗ് ത്രൂ ആൻഡ് റീഡിങ് ഔട്ട് ദ ലൈൻ ഐറ്റംസ് 1 by 1 ഓർഡറിൽ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് സ്വയമേ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈവൻ ഇൻ ഡയറക്റ്റ് ക്ലാസ് ദാറ്റ് ഇസ് ഹൗ ഐ ടേക്ക് അപ്പ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസിൻ്റെ ആ പോർഷൻ ബാലൻസ് ഷീറ്റ് P&L നിങ്ങൾ വായിച്ച് ഫോർമാറ്റ് കാണാപ്പാഠം പഠിക്കുക. ദർ ഇസ് നോ അതർ ഗോ അബൌട്ട് ഇറ്റ്. Okay? So that one is your responsibility for you to go ahead and try it out. പിന്നെ ആ ചാപ്റ്ററിൽ വരുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഐ ബിലീവ് ഇറ്റ് വാസ് ഓൾറെഡി given to you by Deepak sir. So that is also covered. പിന്നെയുള്ള പോർഷൻ ഒരു മാനേജീരിയൽ റെമ്യൂണറേഷൻ്റെ പോർഷൻ മാത്രമാണ്. That I will be taking up a small session later on. Yeah? But ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബാലൻസ് ഷീറ്റ് P&L പ്രിപ്പറേഷനും ക്യാഷ് ഫ്ലോ ആണ്. അത് ഓൾറെഡി ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ എൻ്റെ ഹാൻഡ് ഔട്ടിലും കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ആൻസർ ഒന്നും തരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ അറൈവ് ചെയ്യാൻ പോകുന്നത് ക്ലോസിംഗ് ബാലൻസിലേക്കാണ്. അപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആൻസർ എവിടെയോ തെറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അങ്ങനെ ചെയ്ത് നോക്കിയിട്ടും ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. വി ക്യാൻ മേ ബി ദെൻ ഡിസ്കസ് ദോസ് ഡൗട്ട്സ് അല്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ തന്നിരിക്കുന്ന ഹാൻഡ് ഔട്ടിൽ ഒരു അഡീഷണൽ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ ആ പഠിച്ച ബേസിസ് വെച്ച് സാറ് പറഞ്ഞ ബേസിസ് വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക. ആൻസർ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ലെറ്റ് മീ നോ. ദാറ്റ് വുഡ് ബി സം എറർ ഫ്രം യുവർ പാർട്ട്, ബട്ട് ട്രൈ ഇറ്റ് ഓൺ യുവർ ഓൺ. പിന്നെ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആയിട്ട് ചെയ്യാനുള്ളത് ആ ഫോർമാറ്റ് ആണ്. ആ ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തന്നാലും ഇറ്റ് വിൽ ബി റീഡിംഗ് ദോസ് ലൈൻസ്, സോ ദാറ്റ് യു ക്യാൻ ഡു ഓൺ യുവർ ഓൺ. Only pending will be managerial remuneration, which is a smaller topic that we will take up pretty soon. So അതുകൊണ്ട് we will wind up a complete group 1 accounting for CA students. So any doubts till now, you will have to let the coordinator know about it, because I don't get many people asking doubts. അങ്ങനെ ഡൗട്ട് ഒന്നും അധികം ചോദിക്കുന്നില്ല. സോ എല്ലാം ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. എക്സാം അടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർത്താലും നിങ്ങൾക്ക് അത്രയും നല്ലതാണ് പ്രാക്ടീസ് ചെയ്യാനും കോൺഫിഡൻ്റ് ആകാനും. സോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. വി ക്യാൻ വർക്ക് ഔട്ട് സംതിങ് ടു clear those doubts of yours before you get into the actual exam. Yeah? So till we meet again, stay safe and happy, and best wishes for all those who are writing exam. Yeah? Thank you.